நண்பன் ஒருவன் வந்த பிறகு விண்ணை தொடலாம் உந்து சிறகு வானுக்கும் இல்லை உண்டு நட்புக்கில்லையே துன்பம் வரலாம் இன்பம் வரலாம் நண்பன் ஒருவன் பங்கு பெறலாம் கல்லூரி நட்புக்கில்லை முற்றுப்புள்ளியே നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണേ. ഒരു കുളിയൊക്കെ പാസ്സാക്കിട്ട് വന്നേക്കണ സ്വാതന്ത്ര്യത്തിൽ നല്ല രീതിയിൽ കുളിച്ച് ഞാൻ വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോ ഇവിടെ ഒരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് അതാണ് ഇത്ര വെട്ടം ഇവിടെ. അതെ, അപ്പൊ ഞാൻ കറി വെക്കാൻ വേണ്ടിട്ട് പോണായിരുന്നു. കറി വെക്കാൻ രാവിലെ എന്താ കാണുന്നുണ്ട്, അവിടെ നേഴ്സറി ഉണ്ട്. അവിടെ രാവിലെ പോയിട്ട് ബിനീഷ കൊടി ഉയർത്താൻ വേണ്ടി ചെന്ന്. പക്ഷെ പാവം എന്റെ മോക്കാരും കൊടി ഉയർത്താൻ കൊടുത്തില്ല അവിടെ. പിന്നെ എന്നാലും ആ ഒരു വാശിക്ക് എന്റെ കൊച്ചോട് 4 മിഠായി എടുത്തിട്ടുണ്ടാവുന്നത്. ഒരു ഗ്യാങ് ഉണ്ടാ, മേരിയമ്മ ട്രീസിച്ചോ അങ്ങനത്തെ കുറെ ഗ്യാങ്ങൊക്കെ ഉണ്ട്. ബിനീഷൊക്കെ വൈകുന്നേരം ഇവര് സംസാരിക്കും. ഫുൾ ടൈം ഇവര് ചിരിയും കളിയും ബഹളവും ഒക്കെയാണ്. ആ വീഡിയോ ബിനീഷയുടെ ചാനൽ വരുവട്ടോ, മറ്റേ കൊടി ഉയർത്താൻ പോയത്. അതിനകത്ത് വന്നിട്ടുണ്ടാവും. ഇപ്പൊ ഈ വീഡിയോനേക്കാളും മുമ്പ് അത് എന്തായാലും അതിനകത്ത് വരും. ലൈഫ് സ്റ്റൈല് ഇച്ചായത്തി ലൈഫ് സ്റ്റൈൽ വ്ലോഗിൽ ഉണ്ടാവും. അതില് ക്യാപ്ഷൻ തേക്കണെന്ന് പറയുന്നത് എന്താണ്, കുട്ടികളില്ല, മുതിർന്ന ആൾക്കാരാണ് പതാക ഉയർത്താൻ. ആകെ 4-5 പിള്ളേര്. അവിടെ പിള്ളേര് കുറവാണ്. അപ്പൊ ഓൾറെഡി പിള്ളേര് കുറവാണ്. പിള്ളേർക്ക് പനിയും ജലദോഷവും ആകുമ്പോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പിള്ളേരൊന്നും വന്നിട്ടില്ല. അപ്പൊ ശരിക്കും അംഗനവാടിയിൽ ശരിക്കും പ്രായം കുറഞ്ഞവർ തന്നെയായിരുന്നു കൊടിയുയർത്താൻ. എല്ലാവരും 60 വയസ്സിന് മേലെ കുറെ അത്രയും പ്രായം കുറഞ്ഞ യങ് ഗേൾസ് ആണ് അവിടെ പോയിട്ട് ഇപ്രാവശ്യം കൊടി ഉയർത്തിയത്. അറിയാൻ പാടില്ല എന്തൊക്കെ സെറ്റപ്പ്. പിന്നെ വിനീഷത്തെ ഇവിടെ ഉള്ളിയൊക്കെ അരിയണുണ്ട്. അതിവിടെ ചെമ്മീനുണ്ട്. അതിന്ന് നമ്മൾ മെന്തില വെക്കണം. അച്ചിങ്ങയിലിട്ട് ഞാൻ ഇന്നലെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഞാൻ അച്ചിങ്ങയൊക്കെ വെക്കുന്ന ദിവസേ ഇതേപോലെ ഒളിച്ചിട്ട് തലേ ദിവസം കഴുകി നല്ല വൃത്തിയാക്കി ഞാൻ ഒരു ടിന്നിലാക്കി ഇങ്ങനെ അടച്ചു വെക്കും. അപ്പൊ നല്ല ഫ്രഷ് ഉടനെ എനിക്ക് കറി പെട്ടെന്ന് വെച്ചാൽ മതിയല്ല. അപ്പൊ ഉള്ളി കാര്യങ്ങളൊക്കെ പൊളിച്ചെടുത്തതാണ്. ഇനി വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം റെഡിയാക്കണം. ഇനി കറി വെക്കണം. അതേപോലെ തന്നെ ഇത് കണ്ടത് എനിക്ക് ഇന്നലത്തെ മീൻകറി ഉണ്ട്. നല്ല അടിപൊളി മീൻകറി, നല്ല ടേസ്റ്റി ആയിട്ട്. പിന്നെ എന്റെ പ്രിപ്പറേഷൻ ആസ് യൂഷ്വൽ എഗ്. ഇവിടെ ചിക്കൻ ഫ്രൈ ഇല്ലാതെ മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു. അണ്ടാ ബുർജിയാണ്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ വിനീഷ് ഇതേപോലെ ഇങ്ങനെ അരിഞ്ഞു വെക്കട്ടെ. ഭയങ്കര മിടിക്കാണ്. ഇതൊക്കെ അരിഞ്ഞു വെക്കണം. എപ്പോഴാന്ന് അറിയാമോ, ഞാൻ പ്രാക്ടീസിന് പോകുന്ന സമയത്ത് സീരിയല് കാണുമ്പോഴത്തേക്ക് അലീനയുടെ സീരിയല്, പിന്നെ ഏകദേശം അലീനയുടെ സീരിയൽ അതാണ് എനിക്ക് കൂടുതൽ അഡിക്റ്റ് ആയിരിക്കുന്നത്. ഇന്നുപോലെ പിന്നെ ബിഗ് ബോസിന്റെ ഇത് തുടങ്ങുന്നുണ്ടല്ലോ. ബിഗ് ബോസ് ഇന്ന് അഗ്നിപരീക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എപ്പിസോഡ് വന്നിട്ടുണ്ടാവും. കണ്ടു തുടങ്ങിയിട്ടില്ല. അത് ഉച്ചക്ക് ഇവിടെ ഇനി 100 ഡേയ്സ് അപ്പൊ പ്രോഗ്രാം ആയിരിക്കും. ഇവിടെ എന്തൊക്കെയാണ് ബിഗ് ബോസിൽ കുറെ കാര്യങ്ങൾ പറയുമല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് വിനിഷ പറഞ്ഞ? സ്ട്രാറ്റജി ഇറക്കാൻ പാടില്ല ഇച്ചായി. പിന്നെന്താണ് എന്നെ നോമിനേറ്റ് ചെയ്യും. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പറയട്ടാ. ഭയങ്കര സെറ്റപ്പ്. ഡബിൾ സ്റ്റാൻഡാണ്. നിന്റെ കളിയൊന്നും എന്റെ അടുത്ത് നടക്കില്ല മകനെ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഫ്ലവർ അല്ല ഫയറാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് പല പല വാക്കുകൾ. ഈ പ്രാവശ്യം ഇനി എന്തൊക്കെ വേടാണ് വരാൻ പോണെന്ന് എനിക്കറിയില്ല. ഈ പ്രാവശ്യം അഗ്നിപരീക്ഷ തീയാരി മൊത്തത്തിൽ വയറായിരിക്കും. അറിയില്ല അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാൻ പാടില്ല. കാരണം അതെ അച്ചിങ്ങയും ബീൻസും വെക്കണത് ഞാൻ കാണിച്ചു തരട്ടെ. ബീൻസിന്റെ പ്രിപ്പറേഷൻ എനിക്കത് വ്ലോഗ് എടുക്കാനുണ്ട്. എന്നോട് രശ്മി ചേച്ചി ഇത് കറി വെക്കണത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. രശ്മി ചേച്ചിയോട് സെപ്പറേറ്റ് വേണമെങ്കിൽ വീഡിയോ കോൾ ചെയ്തിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. വീഡിയോയിലൂടെ കാണണ്ട, വേറെ വീഡിയോ കോൾ ചെയ്ത് കണ്ടായിരുന്നു. ഇപ്പൊ വോയിസും കൂടി അയച്ചോളൂ. അപ്പൊ ഇത് മറ്റേ പേയ്മെന്റിന്റെ ഇത് പറയാൻ വേണ്ടി പ്രമോഷന്റെ കാര്യങ്ങളൊന്നും തേങ്ങയും കിണ്ടിയൊന്നും കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത്. ഇതണ്ട ഇവിടെ മറ്റേ ഇതാണ് ഇതൊന്നും സാധനോടാ മോരുമ്പുള്ള. അത് ഉപ്പിലിട്ടിട്ട് ഇങ്ങനെ കുപ്പിയിലാക്കി ഇങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കും. എന്നിട്ട് ഈ കുടിയാണ്. എന്നിട്ട് പറയും കുറച്ച് കുടിക്കും, നമ്മുടെ യൂറിനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പോകും എന്നൊക്കെ പറഞ്ഞ് എന്നെയും കുറച്ച് യൂറിനിൽ എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇതിനൊപ്പം തള്ളിപ്പോലും എന്നാണ് പറയുന്നത്. നമ്മുടെ ചെമ്മീനൊക്കെ ഇവിടെ റെഡി ആയിരുന്നുണ്ട്. ചെമ്മീനും മച്ചിങ്ങയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ബിനീഷ് ഇവിടെ വീഡിയോ എടുക്കണ്ട, അയാളുടെ ഡേ മൈ ലൈഫ് കാര്യങ്ങളും അതും എടുക്കണ്ട. കുറച്ച് ഉപ്പൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ്.
ഭയങ്കര സെറ്റപ്പാണ്. ഇതിങ്ങനെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ ഒട്ടുമിക്കവർക്ക് അറിയാൻ പറ്റും ചില ഭാഗങ്ങൾ മാത്രമാണ് വെജിറ്റബിൾസും ചെമ്മീനും കൂടി ആഡ് ചെയ്യാത്തത്. അതെ, ഇതൊരു അത്ഭുത കാഴ്ച ആയതുകൊണ്ടാണ് ഞാൻ ഒരാൾക്ക് ഇത് വെച്ച് കാണിച്ചു കൊടുക്കുന്നത്. അതെ, കാണാൻ നല്ല ഭംഗിയായിരിക്കും ചെമ്മീൻ അച്ചിങ്ങയില്. കാണാൻ ഭംഗി മാത്രമല്ല ഇത് ടേസ്റ്റിയാണ്. പിന്നെ അതുമല്ല ഇന്ന് അത്യാവശ്യം നല്ല പ്രോട്ടീനും കലോറിയും ഒക്കെ ഉണ്ടാവും. നല്ല ഫൈബർ കണ്ടന്റും ആയിരിക്കും. അതായത് നമുക്ക് വെജിറ്റബിൾസ് നല്ല ഫൈബർ കണ്ടന്റും കാര്യങ്ങളും തരും. അതുപോലെ തന്നെ നമ്മുടെ ചെമ്മീൻ നല്ല പ്രോട്ടീനാണ്. നമ്മൾ ബിനീഷ ഇങ്ങനെയൊക്കെയാണ് വെക്കുന്നത്, നല്ല ടേസ്റ്റിയുമായിട്ട്. അതൊരു ചെമ്മീൻ അറിഞ്ഞിരിക്കണോട്ടെ എനിക്ക്, അത് വേറെ കാര്യമാണ്. ചെമ്മീൻ കുറവാണ്, അല്ലാണ്ട് 10-15 ചെമ്മീനൊന്നും ഇതിനകത്ത് ഇട്ടിട്ട് യാതൊരു കാര്യം. ഭയങ്കര തിരക്കിലുണ്ട് ഇവിടെ. വീഡിയോ എടുക്കണ ഫ്രണ്ടിന് വേണ്ടി വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ബാക്കില് ലൈറ്റ് വന്നവരോട് ബുദ്ധിമുട്ടുണ്ടാകുന്ന എനിക്കറിയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് അവിടുത്തെ വീഡിയോയില് പറയുന്നുണ്ട് അയാള്. അപ്പൊ നമ്മുടെ ചെമ്മീൻ അതുപോലെ തന്നെ അച്ചിങ് നല്ല സൂപ്പറായി റെഡിയായി വരുന്നുണ്ട്. വെള്ളം കൊടുക്കാൻ പറ്റും. പിന്നെന്താ വെള്ളം എടുത്തരല്ലോ. ഇതിനകത്ത് വെള്ളം ഓൾറെഡി ഉണ്ട്. എടാ ഇതിനകത്ത് ഒഴിക്കാനാടാ. ഇതിനകത്ത് ഒഴിക്കണം. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് സെറ്റ് ആക്കട്ടെ കേട്ടോ ബിനീഷ. ഒഴിക്കരുത്. അമ്പോ ഞാൻ ഒഴിക്കാൻ പാടില്ല. ഒട്ടും വെള്ളം ഒഴിക്കാൻ പാടില്ല. നല്ല ഫ്രഷോട് കൂടി വേണം നമുക്ക് ഇതിനകത്ത് അച്ചിങ്ങയുടെ ടേസ്റ്റ് എല്ലാം കിട്ടാൻ വേണ്ടിട്ട്. നല്ല അടിപൊളിയായിരിക്കണം. കാരണം വേറൊന്നും കൊണ്ടല്ല, നമുക്ക് അച്ചിങ്ങന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ടേസ്റ്റേ പോകും. നമ്മളപ്പോ ചെറിയൊരു തീയിലാണ് നമ്മളെപ്പോഴും അച്ചിങ്ങയൊക്കെ വേവിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ഒട്ടും വെള്ളം തന്നെ ഒഴിച്ചിട്ടില്ല. അപ്പൊ അടിക്ക് പിടിക്കുമെന്നുള്ള ഡൗട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു ട്രിക്ക് പ്രയോഗിച്ചാൽ മതി. നമ്മൾ മൂടണ പാത്രത്തിന് മേളിൽ നല്ല വെള്ളമുണ്ട്. ഇത് ഉള്ളി ചതച്ചതിന്റെ ഇതാണ് കിടക്കണത്, അത് വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല വെള്ളമാണ്. അപ്പൊ ഈ വെള്ളം നമ്മൾ ഏത് പാത്രമാണ് മൂടണത് ആ പാത്രത്തിന്റെ മേളിൽ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇത് ഇങ്ങനെ ഇതുണ്ട് വെള്ളം കണ്ട. ഇനി ഇവിടെ കാണിച്ചു കൊടുക്കണമല്ലോ വെള്ളം കണ്ട. ഈ വെള്ളം മൂട് വെച്ച് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇറക്കിയാൽ പരിപാടി കഴിഞ്ഞിട്ട് കണ്ട ബിനീഷ തിരക്കോട് തിരക്കാന്ന് വെച്ചാൽ വേറെ ഫ്രണ്ട് ഇങ്ങനെ വിളിച്ചിട്ട് ബിനീഷിനോട് ഇങ്ങനെ പറഞ്ഞു അവരുടെ നാട്ടിൽ ഇങ്ങനെ വെക്കാറില്ലെന്ന്. പിന്നെ അച്ചിങ്ങനെ പയറെന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ അവിടെ പയറെന്ന് പറഞ്ഞാൽ മറ്റേ വൻപയർ, ചെറുപയർ, ഇതൊക്കെയാണ് നമ്മുടെ പയറെന്ന് പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്നത് വള്ളിപ്പയർ എന്നൊക്കെ പറയും. പലയിടത്തും പല പേരാണ്. അപ്പൊ നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത പ്ലാൻ പറയാട്ടെ നിങ്ങളോട്. ഞാൻ അച്ചിങ്ങ കേട്ടപ്പോഴേ ഭയങ്കര ഒരു അത്ഭുതം. അച്ചിങ്ങ വൈകുന്നേരമായിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരമായി. പിന്നെ ഞാൻ ഉറങ്ങിയില്ല. ഞാനൊരു 10 മിനിറ്റ് 15 മിനിറ്റ് ഉറങ്ങിയിട്ടുണ്ടാവും. എത്രയും നേരം കിടന്നു. സൂപ്പർ ഫുഡായിരുന്നു. ചെമ്മീനും അച്ചിങ്ങയൊക്കെ ഇട്ടിട്ടുള്ളത്. പിന്നെ എന്റെ അണ്ടാപുർജി ഒക്കെ കൂടി ആയിരുന്നപ്പോ പൊളിയായിരുന്നു. മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു. അതെ, അവിടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ആനത്ത്. അവൻ എപ്പോഴും അതൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ബിനീഷത്തെ പാൽ കുടിക്കുന്നുണ്ടായി. ഞാൻ എന്റെ കഴിഞ്ഞ ബ്രെഡ് ചായ, പാൽ ചായ അല്ലേ, കാപ്പി. പിന്നെ ഞാനൊരു അടിപൊളി ഡെസേർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കൊക്കോ പൗഡർ, എഗ്, പഴം, പിന്നെ തേൻ ഒക്കെ കൂടിയിട്ട് അടിപൊളി ഡെസേർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അത് ഉണ്ടാക്കിയിട്ട് നേരെ ഫ്രിഡ്ജിലോട്ട് വെച്ചു. ഇനി കോച്ചിങ്ങിന് പോകണം. അതല്ല ഏറ്റവും വലിയ രസം ഡെയിലി ഒരു പഴം, അതായത് ഏത്തപ്പഴം പകുതി ചായ കഴിച്ചിട്ട് അതിന്റെ പകുതി എനിക്ക് മുറിച്ചിട്ട് ഇങ്ങനെ തന്നു, ഇത് പിടിച്ചോന്ന് പറയും. അപ്പൊ ഞാനത് പിടിച്ച് ഞാൻ ശരിക്കും തിന്നാന്ന് വെച്ചാൽ ഞാൻ തിന്നു. പകുതി ഞാൻ അവിടെ വെച്ചിട്ട് പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചത്തേക്ക് അയ്യോ പഴം അവിടെ പോയി. അത് ഞാൻ അതിനകത്ത് ഓൾറെഡി വേറൊന്നുമല്ല, അവിടെ പഴം ഇരിപ്പുണ്ട്. പക്ഷെ ബിനീഷിനോട് ഞാൻ ഇയാളങ്ങനെ കഴിക്കണേ ഞാൻ കാണാറില്ല. വല്ലപ്പോഴൊക്കെ അങ്ങനെ എടുത്ത് കഴിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ബിനീഷക്ക് ഇഷ്ടപ്പെട്ട 2 ബിസ്ക്കറ്റ്, അത് ഓറിയോയും പിന്നെ എന്താ മിൽക്കി ബിസ്ക്കറ്റ്. അതൊന്നല്ല വേറെന്താ ബിസ്ക്കറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട്. ഇനി അത് ഞാൻ മേടിക്കും. 2 മേടിക്കട്ടും 3 കുറച്ച് റോണനും കൊടുത്തിട്ടാളും. റോണനൊക്കെ കൊടുത്തിന് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അതും കഴിച്ചിട്ട് ആളവിടെ തട്ടിയിട്ട് വേഗം അത് തിന്നിട്ട് നല്ല കൂടുതലാണ്. അതാണ് ഒരു പ്രശ്നം. 2 തിരുമ്പോ തന്നെ നമുക്ക് മട്ടിപ്പോരും. അല്ലെന്ന് റോണ അത് കഴിച്ചിട്ട് അവിടെ ബോധം കിട്ടു പോയി. മധുരത്തിന്റെ പുറമേയും പഞ്ചസാരയുണ്ട്, ഉള്ളില് ചോക്ലേറ്റ് എല്ലാം കൂടി വന്നേക്കുന്നുണ്ട്. നല്ല ഉറക്കം റോണ അവിടെ കിടന്നു. അപ്പൊ എന്തായാലും ഇതൊരു ആരോട് വിളിക്കുന്നുണ്ട്. ചെറിയൊരു വീഡിയോ ഗ്യാങ് കണ്ടിട്ടില്ലല്ലോ. ഞാൻ പറ്റുമോ നോക്കട്ടെ, കാണിച്ചു തരട്ടെ.